സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഞാൻ ഈ സ്കൂളിൽ നിന്ന് പിരിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു. പിന്നെ പറയാ എന്ന് വെച്ചാൽ ധാരാളമുണ്ട്. മുമ്പ് നടന്ന ചില കാര്യങ്ങൾ, നമ്മളെ സ്കൂളിന് ധാരാളം സംഭാവന ചെയ്ത പ്രകാശ് ജ്വല്ലറിയുടെ നാണേട്ടൻ, മുമ്പ് ക്ലാസ് റൂമെല്ലാം ഒരു ക്ലാസ്സിൽ നിന്ന് എല്ലാ ക്ലാസ്സും നോക്കിയാൽ കാണാൻ കഴിയും. അതിന് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസ് പാർട്ടീഷനൊക്കെ വേണ്ടി മരം തന്നത് പ്രകാശ് ജ്വല്ലറിയിലെ നാണേട്ടൻ. അതോടുകൂടി പഠിപ്പിക്കാനും പഠിക്കാനും കൂടുതൽ സൗകര്യം കൊണ്ട് ലഭിച്ചു. പിന്നെ നാണേട്ടനെ കൊണ്ട് പറയുകയാണെങ്കിൽ, മുമ്പ് ഈ നാട്ടിലെ റേഷൻ കടയിൽ പോകണമെങ്കിൽ ഒന്നുകിൽ മുതിയങ്ങ, അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള പലരും പാലത്തുങ്കര, ചെറയൻ്റാട, പിന്നെ കുറച്ച് പേര് ചന്തോട്ടൻ്റെ അടുത്ത് മൂത്തമ്പ്, ഇങ്ങനെയെല്ലാം ഒരു ദിവസത്തെ മെനക്കാടാണ് റേഷൻ കടയിൽ പോവുകയും വരിക. അപ്പം നാണേട്ടം 2 മുറി പീടിയ, വാരശാലേൻ്റെ പരിസരത്ത് 2 മുറി പീടിയ എടുത്തിട്ട് എന്നോട് പറഞ്ഞ്, മാഷെ നമുക്ക് ഇവിടെ ഒരു റേഷൻ കട തുടങ്ങിക്കൂടെ, എൻ്റെ പീടിയുണ്ട്. ഞാനന്ന് വാരശാലേൻ്റെ സെക്രട്ടറിയാണ്. അങ്ങനെ വാരശാല കമ്മിറ്റി പറഞ്ഞ്, അന്ന് പ്രസിഡന്റ് കടാർ മാഷായിരുന്നു. കടാർ മാഷ് പറഞ്ഞു, അത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, വാരശാലേൻ്റെ ജനറൽ ബോഡി വിളിക്കണമെന്ന്. അങ്ങനെ ജനറൽ ബോഡിയും നാട്ടുകാരുടെ യോഗവും കൂടി ഒന്നിച്ച് വിളിച്ച്, അങ്ങനെയാണ് അവിടെ റേഷൻ കട തുടങ്ങാൻ പ്ലാനിട്ട്. അതിനുശേഷം കുറേ പ്രവർത്തനങ്ങൾ നടക്കേണ്ടി വന്നു. ഓരോരുത്തരെയും ലിസ്റ്റ് ഉണ്ടാക്കി, അങ്ങനെ ലിസ്റ്റ് സെക്രട്ടേറിയറ്റിൽ എത്തിച്ച്, കലക്ടറേറ്റിൽ എത്തിച്ച്, കലക്ടറെ കൊണ്ട് അങ്ങനെ അത് സമ്മതിച്ച്, അങ്ങനെയാണ് ഈ വാരശാല പരിസരത്ത് റേഷൻ പിടിയ വന്നത്. ഇപ്പോൾ മുമ്പത്തെ അനുഭവങ്ങൾ പറയാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ സമിതി പറഞ്ഞത്. ആ റേഷൻ കാർഡ്, റേഷൻ ചേർക്കാൻ്റെ കുറേ പടികെട്ടിന് മാസങ്ങൾ കഴിഞ്ഞു ഇതിൻ്റെ പ്രവർത്തനം തീരുക. അങ്ങനെ ഒരു നല്ല കാര്യമായിട്ട് ആ റേഷൻ കടയും എല്ലാം അക്കാലത്ത് തന്നെയാണ് ഇലക്ട്രിക് ലൈനും പിന്നെ ഊത്തുപറമ്പ് പൂക്കോട് ചെറുവാഞ്ചേരി ലൈന് വന്ന് കാര്യമായിട്ട് പിന്നെ ഇവരെല്ലാം വിശേഷം പറയേണ്ടതില്ല, എല്ലാം നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കും. അടുത്തതായി ശൈല ടീച്ചർ. കുറച്ച് പരിപാടി തുടങ്ങും പോകുമ്പോളെ അന്നേരം പോകാം. ഇപ്പൊ പ്രസംഗല്ലേ കുറച്ച് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം. നമ്മുടെ സ്കൂളിന് പല വിധത്തിലുള്ള അവാർഡുകളും കിട്ടിയെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇനിയും ഈ സ്കൂളിന്റെ നടത്തിപ്പ് അതുപോലെ അല്ലെങ്കിൽ അതിലും മികച്ച വിധത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസകൾ അർപ്പിക്കും. എനിക്ക് മക്കളോടും നമ്മുടെ നാട്ടുകാരോടും വേദിയിലുള്ള
മൂപ്പരോടും പറയാനുള്ളത്, ഇവിടെ അന്യം നിന്നു പോകുന്ന കലാ സാംസ്കാരിക സംസ്കാരങ്ങളെ നല്ല വിധത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയട്ടെ എന്നാണ്. അതിനു പറ്റിയ ഒരു ഉദ്ഘാടകനെയാണ് നമുക്ക് കിട്ടിയത്. അന്യം നിന്നു പോകുന്ന അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകുന്ന കലാരൂപങ്ങളും മറ്റു കാര്യങ്ങളും നല്ല വിധത്തിൽ വളരെ ഉയർച്ചയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊന്ന് നമുക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഇതാണ്, നമ്മുടെ ഈ കാണുന്ന പ്രകൃതിക്കപ്പുറം മറ്റൊരു പ്രകൃതി